വി.ഡി. സതീശൻ ഇടഞ്ഞു നിൽക്കുമ്പോഴും കെ.പി.സി.സി. പുനഃസംഘടനാ ചർച്ചകളുമായി കെ. സുധാകരൻ മുന്നോട്ട്. സുധാകരൻ എ.കെ. ആന്റണിയുമായും രമേശ് ചെന്നിത്തലയുമായും അവരുടെ വസതികളിലെത്തി ചർച്ച നടത്തി. തന്റെ പദവി നിലനിർത്തി കെ.പി.സി.സിയിൽ നിലവിലുള്ള ജംബോ പട്ടിക പുനഃസംഘടിപ്പിക്കാനാണ് സുധാകരന്റെ നീക്കമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. സുധാകരനെ അടക്കം മാറ്റി സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന വി.ഡി. സതീശന്റെ കടുംപിടുത്തം അയഞ്ഞിട്ടില്ല. ഇതോടെ ഇരുവരും തമ്മിലുള്ള ചർച്ചകൾ വഴിമുട്ടി. എന്നാൽ മുതിർന്ന നേതാക്കളുടെ പിന്തുണയോടെ കെ.പി.സി.സി. പുനഃസംഘടന പൂർത്തിയാക്കാനാണ് കെ. സുധാകരന്റെ നീക്കം. ഇതിന്റെ ഭാഗമായി എ.കെ. ആന്റണിയെയും രമേശ് ചെന്നിത്തലയെയും വീടുകളിലെത്തി സുധാകരൻ കണ്ടു. മുൻകൂട്ടി നിശ്ചയിക്കാത്ത എന്നാൽ ഏറെ നേരം നീണ്ടുനിന്ന കൂടിക്കാഴ്ചകളാണ് സുധാകരൻ നടത്തിയത്. ആദ്യം രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ, തുടർന്ന് എ.കെ. ആന്റണിയുടെ വീട്ടിലേക്ക്. ഇരുവരുമായി നടന്ന കൂടിക്കാഴ്ചകളിൽ പുനഃസംഘടനാ ചർച്ചയായെന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കെ.പി.സി.സി. അധ്യക്ഷ പദവിയിൽ തുടരാനാണ് സുധാകരന്റെ ആഗ്രഹം. ഇതിനുള്ള പിന്തുണ തേടിയാണ് മുതിർന്ന നേതാക്കളുടെ അടുത്ത് തന്നെ സുധാകരൻ എത്തിയത്. പ്രസിഡന്റ് മാറാതെ കെ.പി.സി.സിയിൽ നിലവിലുള്ള ജംബോ പട്ടിക പുനഃസംഘടിപ്പിക്കാനും സുധാകരൻ നീങ്ങുന്നുണ്ട്. കൂടാതെ ഡി.സി.സികളും പുനഃസംഘടിപ്പിക്കും. ഇതിൽ കൃത്യമായ ഗ്രൂപ്പ് പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്നാണ് എ.ഐ. ഗ്രൂപ്പുകളുടെ ആവശ്യം. ഇക്കാര്യവും ചെന്നിത്തലയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായെന്നാണ് സൂചന. സതീശനെതിരെ മുതിർന്ന നേതാക്കളെയും ഗ്രൂപ്പുകളെയും ഒപ്പം കൂട്ടി പുനഃസംഘടന പൂർത്തിയാക്കാനാണ് സുധാകരൻ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എ.ഐ.സി.സിയുടെ നിലപാട് ഇനി നിർണായകമായി മാറും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.